ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സേഹുക്കുഞ്ഞ് വന്നതിന് ശേഷമുള്ള എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സേഹുക്കുഞ്ഞുമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ഇത് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. നേരത്തെ വീഡിയോ ഇടണോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോഴത്തെ എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെഹുക്കുഞ്ഞിൻ്റെ ഈ ഒരു സൗണ്ടും കേട്ടിട്ടാണ്. സോ അവൾ എഴുന്നേൽക്കുമ്പോഴാണ്, അവിടെ സൗണ്ടും കേട്ടാണ് ഞാൻ എഴുന്നേക്കാറ് കേട്ടോ. സോ ആദ്യത്തെ ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം അടുപ്പിച്ച് തന്നെ അവൾ രാത്രി ഉറങ്ങാൻ നല്ല പാടായിരുന്നു കേട്ടോ. ഫുള്ളും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയി സെറ്റായി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ രാത്രി അവൾ എഴുന്നേക്കാറുണ്ട് വിശന്നിട്ട് കേട്ടോ, ഫീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രണ്ടാമത്തെ പ്രാവശ്യം എഴുന്നേൽക്കുമ്പോഴാണ് ഞാൻ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഒരു 1:30-2 മണിയൊക്കെ അടുപ്പിച്ച് എഴുന്നേക്കും, പിന്നെ ഒരു 4 മണിയൊക്കെ അടുപ്പിച്ച് എഴുന്നേക്കും, പിന്നെ ഒരു 6 മണി, ആ ഒരു 6 മണിക്ക് അടുപ്പിച്ച് നമുക്ക് അറൗണ്ട് ഒരു സമയമാണ് കേട്ടോ. ആ ഒരു സമയത്ത് എഴുന്നേക്കും. പിന്നെ 9 മണി ആ ഒരു സമയത്താണ് പിന്നെ എഴുന്നേറ്റ് കുളിപ്പിച്ചൊക്കെ ചെയ്യുന്നത്. സോ ഇപ്പം 4 മണിയൊക്കെ അടുപ്പിച്ച് എഴുന്നേറ്റപ്പോൾ ഞാൻ അവിടുത്തെ ഡയപ്പറോട് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കിടത്താമെന്ന് വിചാരിച്ചു. നോർമലി കുഞ്ഞ് പാല് കുടിക്കാൻ എഴുന്നേക്കും, പാല് കുടിച്ചിട്ട് അവൾ ഉറങ്ങിക്കോളും, അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ രാത്രി ഒരുപാട് സമയം അങ്ങനെ ഉറങ്ങാതിരിക്കത്തില്ല, ഇച്ചിരി സമയം കഴിഞ്ഞിട്ടായിരിക്കും ഉറങ്ങുന്നത്. അല്ലെങ്കിൽ പാല് കുടിച്ചിട്ട് അപ്പം തന്നെ അങ്ങ് ഉറങ്ങിക്കോളും. സോ ഡയപ്പർ ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഇന്ന് ഡ്രസ്സും കൂടി അങ്ങ് ചേഞ്ച് ചെയ്തു, കാരണം അതിലും കുറച്ച് നനവ് പറ്റി ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്തപ്പോൾ. സോ ഡ്രസ്സ് കൂടി ചേഞ്ച് ചെയ്യാൻ കരുതി. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കരഞ്ഞു കേട്ടോ, കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും അതിനോടൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ ഉമ്മായും എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചു നേരം ഇന്ന് ഇതിൻ്റെ അകത്തും കൂടി ഇട്ട് കളിപ്പിച്ചിട്ടാണ് ഉറക്കിയത്, കാരണം ഇന്ന് ഉറങ്ങുന്ന ഒരു മൂഡ് കണ്ടില്ല കേട്ടോ. പെട്ടെന്ന് സാധാരണ ഡയപ്പർ ചേഞ്ച് ചെയ്താലും പെട്ടെന്ന് ആൾ കിടന്ന് ഫീഡ് ചെയ്ത് അങ്ങ് ഉറങ്ങും. ഇന്ന് ആ ഒരു ഉറക്കത്തിൻ്റെ മൂഡ് കാണാം, അതുകൊണ്ട് കുറച്ചു നേരം കളിപ്പിച്ചിട്ടൊന്ന് ഉറക്കാമെന്ന് കരുതി. അപ്പം ആ ഒരു കുറച്ച് ക്ഷീണം തോന്നുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉറങ്ങുന്ന കൂട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് ക്ഷീണമായി കഴിഞ്ഞാൽ പിന്നെ ഫീഡ് ചെയ്താൽ പെട്ടെന്ന് ആൾ ഉറങ്ങിക്കോളും. സോ സാധാരണ കുഞ്ഞിനെ ഞാൻ അങ്ങനെയാണ്, കുറച്ച് ആക്റ്റീവാണ് എന്ന് തോന്നുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ആദ്യത്തെ എന്തായാലും 2 മാസമൊക്കെ ഉറങ്ങാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ പല വീഡിയോസും നോക്കുമായിരുന്നു, എങ്ങനെ കുഞ്ഞിനെ ഉറക്കാനായിട്ട് പറ്റുമെന്ന്, എങ്ങനെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ കുഞ്ഞല്ലേ, ആ ഒരു സമയത്തൊന്നും നമുക്കങ്ങനെ ഒരു റുട്ടീനൊന്നും ഫോളോ ചെയ്യാനൊക്കെ, അവർക്കത് ഫോളോ ചെയ്ത് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അവർക്കൊരു 3 മാസമൊക്കെ അടുപ്പിച്ച് ആവാറായി. ഇപ്പോഴും കറക്റ്റ് കുഴപ്പമില്ലാത്ത റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ചായക്ക് ഇങ്ങനെ തണുത്തിരിക്കും. അപ്പോൾ പിന്നെ ചായയൊക്കെ ചൂടാക്കി കുടിച്ചിട്ടൊക്കെയാണ്, കുടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവൾ എഴുന്നേക്കും, കാരണം അവിടെ കൂടെയൊക്കെ തന്നെ ആയിരിക്കും ഞാനും എഴുന്നേക്കുന്നത്. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേ ഞാനും എഴുന്നേക്കുന്നത് കേട്ടോ. കാരണം 3-4 പ്രാവശ്യം നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ എഴുന്നേക്കുമ്പോൾ പിന്നെ ഉറക്കമൊക്കെ അത്ര കറക്റ്റ് പ്രോപ്പർ ആവത്തില്ല. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ 2 മാസം അപേക്ഷിച്ച് ആദ്യത്തെ 2 മാസമൊക്കെ ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, അവൾ ഇത്രയും ഉറങ്ങുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് സേവാവ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എഴുന്നേറ്റാലും കുറച്ചൊന്ന് കിടത്തി ഒന്ന് കളിപ്പിച്ച് ഒന്ന് ആക്റ്റീവ് ആക്കിയിട്ടാണ് പിന്നെ കുളിപ്പിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കിടന്ന് കരയാനായിട്ട് തുടങ്ങും. പിന്നെ ഞാൻ ഫീഡൊക്കെ ചെയ്തിട്ടാണ് എണ്ണ തേക്കാനായിട്ട് എടുക്കുന്നത്. എന്നാൽ കുറച്ച് നേരം കിടന്നോളൂ, എണ്ണ തേച്ച് അത് കഴിഞ്ഞ് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഫീഡ് ചെയ്ത് ഉറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഉമ്മ ആണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളിലാണ് നമുക്ക് ഈ ഒരു മാതാപിതാക്കൾ എത്രമാത്രം അവർ ഈ ഒരു സമയത്ത് നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. ഒരു ഭയങ്കര ഒരു പാട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സമയത്ത്. കാരണം 2 മാസത്തോണ്ട് നമ്മൾ തീരെ ഉറങ്ങത്തില്ലായിരുന്നു. ഉമ്മ സത്യം പറഞ്ഞാൽ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ അത്താക്ക് അങ്ങനെ എടുത്ത് അങ്ങ് നടക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാതെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ കരയിക്കാതെ ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കും. ഉമ്മാക്കാണെങ്കിൽ രാവിലെ കിച്ചണിൽ കയറി പിന്നെ ജോലിയൊക്കെ ചെയ്യാനും ഉള്ളതല്ലേ, അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു ആ ഒരു സമയത്ത്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാതൊക്കെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. 40 വരെ ഒരുത്തം നോക്കാൻ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാത്രി നിൽപ്പില്ലായിരുന്നു, രാവിലെ മാത്രമേ ഉള്ളായിരുന്നു. രാവിലെ ആണെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളും, കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാത്രിയായിരുന്നു ഈ ഉറങ്ങാതെ കിടന്ന് കരച്ചിൽ. എന്തായാലും അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മായും ഉപ്പുപ്പായും ഒക്കെ അവിടെ എണ്ണയൊക്കെ തേക്കലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ സെറ്റാക്കലാണ്. എണ്ണയൊക്കെ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി ടബൊക്കെ എടുത്ത് വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കും. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കും. കുളിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടാണ് പിന്നെ കുളിപ്പിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ടബ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ആദ്യമൊക്കെ ഇവളെ ഷീറ്റ് വിരിച്ച് അതിലായിരുന്നു കുളിപ്പിക്കുന്നത്. പക്ഷേ കുഞ്ഞ് കാലും കൈയും ഒക്കെ ഇട്ട് അങ്ങ് അടിച്ച് ഭയങ്കര ഇതായിരുന്നു. അവൾക്ക് കുളിക്കാനൊക്കെ ഇഷ്ടം, പക്ഷെ കാലും
ഇട്ടടിക്കുമ്പോൾ നമുക്ക് പേടിയാണല്ലോ കുളിപ്പിക്കാൻ. സോ ഇതിലാകുമ്പം കുഴപ്പമില്ല, എനിക്കായാലും ഇതിലാകുമ്പം കുളിപ്പിക്കാൻ കുഴപ്പമില്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് കുളിപ്പിക്കാനൊക്കെ പേടിയായിരുന്നു. ഇപ്പം ഞാൻ കുളിപ്പിക്കാനൊക്കെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്കൊക്കെ കുളിപ്പിക്കും. എന്നാലും ഉമ്മാക്ക് കുളിപ്പിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, അതൊന്നും ഞാൻ ഉമ്മാക്ക് തന്നെ കുളിപ്പിക്കാനായിട്ട് കൊടുക്കും. വല്ലപ്പോഴൊക്കെ എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ കുളിപ്പിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫീഡ് ചെയ്ത് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളും. ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പിരിക എഴുതി കൊടുക്കുന്നത് കേട്ടോ. പിരിക എഴുതി കൊടുക്കാന്ന് പിരിക മാത്രമേ എഴുതൂ, അത് കുറച്ച് നേരമേ നിൽക്കത്തുള്ളൂ, കാരണം പൗഡർ ഒന്നും ഇടത്തില്ല. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ എഴുതി കൊടുക്കുന്നതേ ഉള്ളൂ. ഞാൻ പൗഡർ ഇതുവരെയും കുഞ്ഞിന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ക്രീമും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് മസ്റ്റല്ലയുടെ ബോഡി ലോഷനും ക്രീമുമാണ്, ഫേസ് ക്രീമുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് സെബാമെഡ് ആക്കണമെന്നുണ്ട് കേട്ടോ. അതുപോലെ കുളിപ്പിക്കാനായിട്ട് മസ്റ്റല്ലയുടെ ക്ലെൻസിങ് ജെല്ലും ഷാമ്പുവാണ് യൂസ് ചെയ്യുന്നത്. അവൾ ജനിച്ചപ്പോൾ തൊട്ടേ അതാണ് ഉപയോഗിക്കുന്നത്. അവൾക്ക് അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്ത് അവൾ ഉറങ്ങിയതിന് ശേഷമാണ് പിരിക എഴുതി കൊടുക്കുന്നത്. അല്ലാതെ ഒന്നും ഇരുന്ന് എഴുതത്തില്ല, ഒട്ടും ഇരുന്ന് എഴുതത്തില്ല കേട്ടോ പിരികൊന്നും എഴുതാനായിട്ട്. അതോ എഴുതിയൊക്കെ കൊടുത്ത് എൻ്റെ ഒരു ആഗ്രഹത്തിന് എഴുതി കൊടുക്കുന്നത്. അത് കുറച്ച് നേരം നിൽക്കും, കാരണം പൗഡറൊക്കെ ഇട്ട് വെച്ചാലല്ലേ അത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പെട്ടെന്ന് മങ്ങിപ്പോകും കേട്ടോ. എന്നാലും എനിക്ക് ആ ഒരു പിരിവ് എഴുതി കഴിയുമ്പോൾ എനിക്ക് അതിഷ്ടമാണ്. അത് മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. പിരിവ് മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ, വേറൊന്നും കണ്ണൊന്നും എഴുതത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആൾ കിടന്ന് ഉറങ്ങിക്കോളും. കുറച്ച് നേരം കൂടി കുഞ്ഞ് കിടന്ന് ഉറങ്ങും കേട്ടോ. ഉച്ച വരെ കുഞ്ഞിന് ഉറക്കത്തിൻ്റെ ഒരു മൂഡായിരിക്കും, കാരണം ഫീഡ് ചെയ്യുക, പാല് കുടിക്കുക, ഉറങ്ങുക, അങ്ങനെ ആ ഒരു മൂഡിലായിരിക്കും. ഉച്ച കഴിഞ്ഞിട്ടാണ് കുറച്ച് ആക്റ്റീവ് ആവുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പാൽ കൊടുത്താലും അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല, കുറച്ച് നേരം കളിച്ച് അങ്ങനെയൊക്കെ നടക്കും. അപ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല, ഇനിയിപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരണം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പാൽക്കഞ്ഞിയാണ് കേട്ടോ. ഇത് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് തരാറുണ്ട്. അപ്പോൾ അതും കുടിച്ച് അതെനിക്ക് ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സേവക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കുനെ വിളിച്ച് കുറച്ച് നേരം എഴുന്നിട്ടുണ്ടായിരുന്നു. ഇക്കുനെ വിളിക്കുമ്പോഴും അവളുടെ ഭാഷയിൽ അവൾ എന്തൊക്കെയോ സംസാരിക്കും, ഭയങ്കരമായിട്ട് ബഹളം വെക്കും കേട്ടോ. അതുപോലെ ഇക്കുൻ്റെ വീട്ടിൽ നിന്ന് വാപ്പിയൊക്കെ വിളിച്ചാൽ അവിടുത്തെ ഭയങ്കര ബഹളം വെച്ചൊക്കെ സംസാരിക്കും ഫോണിൽ കൂടി. അപ്പോഴത്തേക്കുണ്ട് പിന്നെ കുഞ്ഞിന് ഒരു ടോയ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനം എന്തൊക്കെയോ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തായിരുന്നു ഇതും കൂടി കേട്ടോ. ഇത് നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ടോയാണ്, ഇങ്ങനെ ചെണ്ട അടിക്കുന്ന ഇതിലെങ്കിൽ ഇടുമ്പോൾ ചെണ്ട അടിക്കുന്നത്, അതാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ കണ്ടിരുന്നാലും ഇഷ്ടപ്പെട്ടാലോ എന്ന് വെച്ച് ഓർഡർ ചെയ്ത്. ഇതിന് 80 രൂപ എന്തോയേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് നേരം അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഇപ്പം കേട്ടോ. ഇങ്ങനെ അടിക്കുന്ന കണ്ടുകൊണ്ടിരിക്കും. സോ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അവളെ ഉറക്കാനായിട്ട് പോയി. ഇതൊക്കെയാണ് ഉച്ച വരെ ഉള്ള ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.